കോഴിക്കോട് സരോവരത്ത് യുവാവിനെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ സ്ഥലത്തെ ചെളി നീക്കി പരിശോധന നടത്തും. മരിച്ച വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കാടുമൂടിയ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഈ സ്ഥലത്ത് പ്രതികളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കാണല്ലോ ഇപ്പോൾ പോലീസ് സംഘം തയ്യാറെടുക്കുന്നത്. പ്രതികൾ പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ അവർ സൂചിപ്പിച്ച സ്ഥലത്ത് തന്നെയല്ലേ ഇന്ന് പരിശോധന നടത്താൻ പോകുന്നത്? എത്ര മണിയോടുകൂടി ഈ പരിശോധന ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്നത്തെ പരിശോധന ഏറെ നിർണായകമാകുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? ഇന്ന് പരിശോധനയിൽ ഈ മൃതദേഹം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണോ പ്രതീക്ഷ? കോഴിക്കോട് സരോവരത്തായിരുന്നു യുവാവിനെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ സ്ഥലത്തെ ചെളി നീക്കി ഉള്ള പരിശോധന. മരിച്ച വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കാടുമൂടിയ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അനീഷ്, ഇന്നത്തെ പരിശോധന എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? കഴിഞ്ഞ ദിവസം പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായ ഒരു സ്ഥലം ഇന്നലെ തന്നെ പോലീസ് മാർക്ക് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധനകൾ നടക്കുന്നത്. രാവിലെ തന്നെ നമുക്ക് കാണാം, ഈ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു മേഖലയാണ് ഈ സരോവരത്തിന്റെ ട്രേഡ് സെന്ററിനോടൊക്കെ ചേർന്നുള്ള ഒരു ഭാഗം, മർക്കസിനൊക്കെ അടുത്തുള്ള ഒരു ഭാഗമാണ്. അവിടെ വലിയ രീതിയിൽ കണ്ടൽക്കാടുകൾ വളർന്നു നിൽക്കുന്ന ചതുപ്പ് നിലമാണ് ഈ ഒരു കുറച്ചധികം സ്ഥലം. അതുകൊണ്ട് അവിടെ പോലീസ് രാവിലെ തന്നെ ഈ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിനുള്ള മോട്ടറുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥലം നേരത്തെ തന്നെ ബന്ദോബസ്താക്കിയിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സാന്നിധ്യത്തിലാണ് ഈ പരിശോധന നടത്താനായി ഒരുങ്ങിയിരിക്കുന്നത്. കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന നിഖിൽ, ദീപേഷ് എന്നിവരെ ചൊവ്വാഴ്ച ഉച്ചയോടെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇതിൽ ഈ പ്രതികളെ അടക്കം സ്ഥലത്തെത്തിച്ചാണ് പരിശോധന നടക്കുന്നത്. നേരത്തെ പ്രതികളുമായി ഈ കല്ലായി റെയിൽവേ സ്റ്റേഷനിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപവും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആദ്യം പരിശോധനയിൽ ഈ സ്ഥലത്തു നിന്നും ഈ വിജിലിന്റെ ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ കല്ലായി പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും ബൈക്ക് കണ്ടെത്തിയിരുന്നു. ബൈക്കിനൊപ്പം മൊബൈൽ ഫോണും കൂടി ഉപേക്ഷിച്ചു എന്നാണ് ഈ പ്രതികൾ പറഞ്ഞിരുന്നത്. പക്ഷേ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. പിന്നീടാണ് ഈ ചതുപ്പിൽ താഴ്ത്തിയ സ്ഥലം കൃത്യമായി നിർണ്ണയിക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ഏതാണ്ട് 2019 6 വർഷം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഈ 3 പേരും, ഈ നിഖിലും ഒപ്പം വിജിലും ദീപേഷും കൂടി ഈ സ്ഥലത്ത് നിന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് അബോധാവസ്ഥയിലേക്ക് ഈ വിജില് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ 2 സുഹൃത്തുക്കളും വിചാരിച്ചത് ഒരുപക്ഷെ ഇവർ ഈ ബോധരഹിതരായി ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിൻ്റെ ഒരു ആഘാതത്തിൽ ഈ ബോധരഹിതനായി മാറിയിരിക്കാം എന്നാണ് കണക്കാക്കിയത്. ഇതിനുശേഷം ഇയാളെ ഉപേക്ഷിച്ച ശേഷം ഇവർ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ പിന്നീട് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ മരിച്ചതായി കണ്ടെത്തിയത്. ഇതേ തുടർന്ന് തൊട്ട് സമീപത്തിനുള്ള ഒരു ചതുപ്പിൽ മൃതശരീരം താഴ്ത്തിയ ശേഷം അവിടെ നിന്നും പോവുകയാണ് ഉണ്ടായതെന്ന് പ്രതികൾ പറയുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വന്ന് പരിശോധിച്ചപ്പോൾ തലഭാഗം ഈ ചതുപ്പിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് കണ്ട് വീണ്ടും കല്ലും ഒക്കെ ഇട്ട് ഈ മൃതശരീരം ചതുപ്പിലേക്ക് ആഴ്ത്തിയ ശേഷം അവരവിടെ നിന്ന് പോവുകയാണ് ചെയ്തതെന്നും പറഞ്ഞു കൊടുത്തിരുന്നു. ഈ യുവാവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ കുടുംബത്തിൻ്റെ അംഗങ്ങൾ അവരുടെ സ്വന്തം നിലയിലും, അച്ഛനും അമ്മയൊക്കെ അവരുടെ സ്വന്തം നിലയിലും ഈ കൂട്ടുകാരായ ആളുകളെ ചോദ്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. കാരണം വീട്ടിൽ നിന്നും ബൈക്കിൽ ഈ സുഹൃത്തുക്കളോടൊപ്പമാണ് വിജിൽ ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ആവർത്തിച്ച് ചോദ്യം ചെയ്തിട്ടും ട്രെയിനിൽ കയറി വിജിൽ എവിടെയൊക്കെ പോയി എന്ന ഒരു വിവരം മാത്രമാണ് നൽകിയത്. മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് ആവർത്തിച്ച് അവർ വിശ്വസിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ലോങ് പെൻഡിങ് കേസുകൾ, അതായത് തിരോധാന കേസുകൾ അടക്കമുള്ള ഒരുപാട് നാളുകളായി നിലനിൽക്കുന്ന കേസുകൾ പുനഃപരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായി പോലീസ് വീണ്ടും ഈ പ്രതികളെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ആയ ആളുടെ മരണത്തിൻ്റെ ഒരു ചുരുളഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. നിലവിൽ ഈ പ്രതികൾ പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനിടെ മരിച്ചുപോയി എന്നൊക്കെ അടക്കമുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി വ്യക്തത പോലീസിന് ആവശ്യമുണ്ട്. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ വീണ്ടും പ്രതികൾ ഒളിക്കുന്നു എന്ന ഒരു സംശയമുണ്ട്.
മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ആ സ്ഥലത്തേക്ക് കടന്നു പോകുന്നതിന് നിയന്ത്രണങ്ങളുടെ പോലീസ് കർശനമായ ബന്ദോബസ്ത് തീർത്താണ് അവിടെ ഈ തെരച്ചിൽ നടത്താനായി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. കണ്ടൽ കാടുകൾ വളർന്നു നിൽക്കുന്ന ചതുപ്പ് നിലത്താണ് ഇപ്പോൾ പരിശോധന ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. തഹസീൽദാർ അടക്കമുള്ള ആളുകൾ, മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സംഘം, പോലീസിന്റെ സയന്റിഫിക് ഫോറൻസിക് സംഘം എന്നിവരുമൊക്കെ ഈ എക്സ്ഹ്യൂമേഷൻ അല്ലെങ്കിൽ മൃതദേഹം തീർച്ചയായും അനീഷ, വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിർണായകമാകാൻ പോകുന്ന പരിശോധനയാണ് നടക്കാൻ പോകുന്നത്.